വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ റെക്കോർഡ് റൺ ചേസ് നടത്തിയതിൻ്റെ ഒരു ആഹ്ലാദത്തിലായിരുന്നു രാജ്യം. അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയയോട് 2020 രണ്ടാം 2020 ദയനീയമായിട്ട് പരാജയപ്പെടുന്നത്. കാരണം ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിര ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് മുമ്പിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് നമ്മുടെ അഭിഷേക് ശർമ്മയാണ് ഭേദപ്പെട്ട നിലയിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു 2020 സ്റ്റൈലിൽ ബാറ്റ് ചെയ്തു. ബാക്കി ആർക്കും തന്നെ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാനോ സാധിച്ചില്ല. വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പരാജയമായിരുന്നു. കാരണം വെച്ചാൽ ഒന്നാമത്തെ 2020 മത്സരം മഴയെടുത്തു, പക്ഷേ ആ മത്സരത്തിൽ പോലും ഗില്ലിൻ്റെയൊക്കെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിലോട്ട് വന്നപ്പം അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ വിക്കറ്റ് പോയാലും നമ്മൾ 8 ബാറ്റ്സ്മാരായിട്ടാണ് രണ്ടാം ഏകദിനത്തിൽ ഇറങ്ങിയത്, രണ്ടാം 2020 ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു വിക്കറ്റ് പോയാലും 2 വിക്കറ്റ് പോയാലും വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റുമെന്നൊരു നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാ ആരാധകരും കരുതിയത്. പക്ഷേ ഇന്ത്യക്ക് തൊട്ടെല്ലാം പിഴയ്ക്കുന്നൊരു കാഴ്ചയായിരുന്നു സംഭവിച്ചത്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യക്ക് സേഫു നമുക്കൊരു വലിയൊരു പിഴവ് സംഭവിച്ചത്? കാരണം വെച്ചാൽ ഭയങ്കര 125 പോലൊരു ചെറിയ ടോട്ടലാണ് ഇന്ത്യക്ക് ഉയർത്താൻ സാധിച്ചത്. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്? തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം, ഈ T20 പരമ്പരയിലെ പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് അഭിഷേകിൻ്റെ വിക്കറ്റ് നേരത്തെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും സൂര്യകുമാർ യാദവ് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും ചേർന്നിട്ടൊരു നല്ല ഒരു സ്റ്റാർട്ട് നൽകിയിരുന്നു. 10 ഓവർ വരെ ഏകദേശം 9.4 ഓവറിലാണ് ആ മത്സരം പിന്നീട് മഴ മൂലം ഉപേക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ആ സമയത്ത് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 97 റൺസാണ്. അത് എല്ലാ പന്തും അടിച്ച് അങ്ങനെ ഒരു എടുത്തുണ്ടാക്കിയ റണ്ണായിരുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് മോശം പന്തുകൾ ഏതൊക്കെയാണ് എന്ന് തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് തുടക്കത്തിൽ തന്നെ ആ ഒരു അഗ്രഷൻ കാണിച്ച സൂര്യകുമാർ യാദവ് പതുക്കെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിന്ന് ഗില്ലും നല്ല രീതിയിൽ പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആ മത്സരം. നമുക്ക് ആ മത്സരം മഴ കാരണം ഉപേക്ഷിച്ചെങ്കിൽ കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെ അതുപോലെ തന്നെ ഗില്ലിന്റെ ആ ഒരു ഫോമിലേക്കുള്ള തിരിച്ചുവരവാണ്. സൂര്യകുമാർ യാദവ് നമുക്കറിയാം ഈ വർഷം 11 മത്സരങ്ങൾ കളിച്ചിട്ട് 11 T20 മത്സരങ്ങൾ ഇതിനു മുമ്പ് കളിച്ചിട്ട് 100 റണ്ണ് മാത്രം എടുത്ത് അത്രയും മോശമായ ഒരു സാഹചര്യത്തിലാണ് ഈ പരമ്പര കളിക്കാൻ തുടങ്ങുന്നത്. ഗില്ലിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് തിരിച്ചെത്തിയിട്ട് വലിയ കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാതെ ഏഷ്യ കപ്പിലൊക്കെ അത്ര ഒരു വിമർശനങ്ങൾ വരുന്ന ഒരു സമയത്താണ് ഈ മത്സരം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ളൊരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ രണ്ടാമത്തെ മത്സരത്തിന് നമ്മൾ പ്രതീക്ഷിച്ചത്. തുടക്കം തന്നെ ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ട് ഓസ്ട്രേലിയക്ക് ടോസ് കിട്ടുന്നു, ഓസ്ട്രേലിയ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ സൂര്യകുമാർ അത് വളരെ പോസിറ്റീവായിട്ട് പറയുന്നു, ഞങ്ങളും ബാറ്റിംഗ് ആണ് ആഗ്രഹിച്ചതെന്ന്. പക്ഷേ ആഗ്രഹിച്ചതുപോലെ അല്ല പിന്നെ നടന്നത് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് ഗില്ലിന്റെ ആദ്യത്തെ 5 പന്തുകളും ഗില്ല് റണ്ണെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം തുടക്കത്തിൽ തന്നെ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യ അത് ചെയ്തതെന്ന് അറിയില്ല, സഞ്ജുവിനെ മൂന്നാമത്തെ വൺ ഡൗൺ ആയിട്ട് കളിപ്പിക്കുന്നത്. നമ്മൾ സൂര്യകുമാർ യാദവിനെയാണ് ആ പൊസിഷനിലേക്ക് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് ഓർഡർ സഞ്ജുവിനെ ഒരു ഓപ്പണിംഗിൽ നിന്ന് 5ാമത്തെ പൊസിഷനിലേക്ക് മാറ്റുന്നു, 5ൽ നിന്ന് 3ലേക്ക് മാറ്റുന്നു. ഏത് പൊസിഷനിലും കളിക്കാൻ സഞ്ജു റെഡിയാണ് എന്ന് പറയുമ്പോൾ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിലക് വർമ്മ 4ാമത്തെ പൊസിഷനിൽ കളിക്കുന്ന തിലക് 5ാമത്തെ ആയിട്ട് മാറുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ബാറ്റിംഗ് ഓർഡറിനെ അത് ഈ ഒരു ഒറ്റ നീക്കം ബാധിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഇന്നലത്തെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടോപ്പ് ഓർഡറിന്റെ കൊളാപ്സ് തന്നെയാണ്. ടോപ്പ് ഓർഡറിന്റെ കൊളാപ്സിൽ നിന്ന് റിക്കവറി ആവാതെ അടുത്ത മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു രക്ഷയുണ്ടാവില്ല. മുൻനിര, അതായത് ടോപ്പ് ഓർഡർ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മത്സരങ്ങളിലൊക്കെ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം. ബാറ്റിങ്ങിന് അത്ര ബുദ്ധിമുട്ടുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നില്ല അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അഭിഷേക് വളരെ അനായാസമാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓസ്ട്രേലിയൻ താരങ്ങൾ അനായാസം ബാറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് പാളി. ഇന്ത്യക്ക് എനിക്ക് തോന്നുന്ന ഒരു 50, ഒരു 160, 170 വരെയൊക്കെയുള്ള സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഓസ്ട്രേലിയനെ ഞെട്ടിക്കായിരുന്നു. കാരണം അവസാനം 6 വിക്കറ്റുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബോളിങ്ങിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഹർഷ്ദീപ് സിംഗിനെ കളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, ബാറ്റിങ്ങിൽ ഇന്ത്യ തിളങ്ങിയില്ല. പക്ഷെ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ പേസ് ബോളറായിട്ടുള്ള ഹർഷിത് റാണ 13.5 ഇക്കണോമിയിലാണ് പന്തെറിയുന്നത്. അതായത് 27 റണ്ണ് 2 ഓവറിൽ വഴങ്ങി. ഇപ്പോൾ കുൽദീപ് യാദവ് ആണെങ്കിൽ പോലും 2 വിക്കറ്റ് വീഴ്ത്തിയെങ്കിൽ പോലും റണ്ണ് വഴങ്ങുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അത് ബാറ്റിങ്ങിലെ ഒരു റിക്കവറി വന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യനെ അടുത്ത മത്സരത്തിൽ ഇത് ബാധിക്കാനാണ് സാധ്യത. നമ്മുടെ ഈ ടോപ്പ് ഓർഡറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, സഞ്ജുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ സഞ്ജു രണ്ടാമതാണ് ഇറങ്ങുന്നത്, അത് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു, മൂന്നാമത് ഇറങ്ങുന്നു. പക്ഷെ അവിടെ സംഭവിച്ചാൽ നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഓപ്പണിംഗ് വിക്കറ്റ് പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഞ്ജുവിനെ അടുത്ത ഓപ്ഷനായിട്ട് ഉപയോഗിക്കാം, എന്നാൽ മൂന്നാമതായിട്ട് ഉപയോഗിക്കാം, ഏറ്റവും നല്ല ഓപ്ഷനാണെന്ന് പറയുന്നുണ്ട്.
ആ ഒരു കണക്ക് കൂട്ടലിലാണ് സൂര്യകുമാർ സഞ്ജുവിനെ ഇറക്കുന്നത്. സഞ്ജു ഏത് പൊസിഷനിലും കളിക്കാൻ താല്പര്യം അറിയിക്കുന്നുമുണ്ട്. പക്ഷെ സഞ്ജു വന്നു, ഒരിക്കലും പുള്ളി പ്രതിരോധിച്ചിട്ടൊന്നുമില്ല. വന്നപ്പോൾ തന്നെ ഒരു ഷോട്ടിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആ ഷോട്ടിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് പുള്ളി ഒരു നല്ലൊരു പന്തിലാണ് ഔട്ടാവുന്നത്. അതെ അതെ അതെ, അത് നല്ലൊരു പന്തിലാണ് ഔട്ടാവുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറുവശത്ത് അഭിഷേക് അടിച്ചാണ് കളിച്ചത്. നല്ല 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 രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം ഗില്ല് ഫസ്റ്റ് ആദ്യത്തെ ഒരു ഓവറിലൊക്കെ പന്ത് ബൗണ്ടറി കണ്ടെത്താൻ പാടുപെടുന്നുണ്ട് അഭിഷേക്. നല്ല ഷോട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ പന്ത് ബൗണ്ടറിയിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഗില്ല് ഔട്ടാവുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ സഞ്ജു വരുന്നു. സഞ്ജു ഇതുപോലെ തന്നെ ആക്രമിച്ച് കളിക്കാൻ തന്നെയുള്ള മൂഡിലായിരുന്നു. പക്ഷേ സഞ്ജുവിനും പിഴയ്ക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ തിലകനെ പ്രതീക്ഷിക്കുന്നുണ്ട്. തിലകൻ എന്ന് പറഞ്ഞാൽ ഇവരും നല്ല വ്യത്യസ്തനായ പ്ലെയറാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാറ്ററാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് പൊസിഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ കരുതുന്ന ഒരു ബാറ്ററാണ്. കാരണം വെച്ചാൽ പുള്ളിയുടെ കളിയുടെ ശൈലിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ തിലകനും അവിടെ പിഴയ്ക്കുന്നുണ്ട്. അപ്പോൾ തെലുങ്കിന് ടോപ്പ് ഓർഡർ എല്ലാം അവിടെ പിഴയ്ക്കുകയാണ്. അപ്പോൾ പലരും പറയുന്ന സഞ്ജുവിനെ മാറ്റി ഇപ്പം ബാറ്റിംഗ് ഓർഡർ മുഴുവൻ മാറി എന്നൊരു കാരണം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തിലക് വരെ പരാജയപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ ഏത് പൊസിഷനിൽ ഇറക്കിയാലും ഒരു മാന്യമായ സ്കോറിലെത്താൻ അല്ലെങ്കിൽ കളി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു താരമാണ് തിലക്. പക്ഷേ തിലകിന് വരെ അവിടെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിനെ മാത്രം അവിടെ ഒരു കുറ്റം പറയുന്നതിൽ കാര്യം ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ ബോളർമാരുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും നമുക്ക് പ്രതീക്ഷിച്ച പ്രകടനമല്ല നമ്മൾ ബുംറയിൽ നിന്ന് അടക്കം ഉണ്ടായത്. ബുംറയ്ക്ക് 2 വിക്കറ്റ് നേടാനായെന്ന് പറഞ്ഞാൽ പോലും അവർ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അവർ നല്ലൊരു ഓപ്പണിങ്ങിൽ ഹെഡും അവർ ക്യാപ്റ്റനായിട്ടുള്ള അടിച്ച് നല്ലൊരു സ്കോറിലേക്ക് എത്തിയിരുന്നു അവരായി തന്നെ. തീർച്ചയായിട്ടും ഈ ബോളർമാരുടെ കാര്യം പറയുമ്പോഴേ ഞാൻ പൂർണ്ണമായിട്ടും ബോളർമാരെ അങ്ങനെ ഇത് പറയില്ല. അപ്പോൾ ബോളർമാരുടെ തെരഞ്ഞെടുപ്പ്, ടീം തെരഞ്ഞെടുപ്പിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം കുറച്ചൊരു ഇംബാലൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ. അതായത് ബാലൻസ്ഡ് അല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് ഈ ചർച്ച നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഗംഭീർ ഒരു ബാറ്റർ ആയതുകൊണ്ടാണോ ഈ ബാറ്റിംഗ് ഡെപ്തിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഹർഷിത്തിനെ കളിപ്പിക്കുമ്പോൾ പോലും, ഹർഷ്ദീപിനെ മാറ്റി നിർത്തിയിട്ട് ഹർഷിത്തിനെ കളിപ്പിക്കുമ്പോൾ പോലും ഒരു പക്ഷേ ഗംഭീറിന്റെ ന്യായം എന്ന് പറയുന്നത് ഹർഷിത്ത് ബാറ്റിങ്ങിൽ സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഇത് മറ്റേ മുൻ ഇന്ത്യൻ ഓപ്പണറൊക്കെ ആയിട്ടുള്ള സതഗോപൻ രമേശ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളെ നല്ല ഡ്രൈവർ ആക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പുള്ളിയുടെ പ്രധാനപ്പെട്ട റോൾ എന്താണോ എങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുക. ആദ്യം സ്വന്തം റോളായിട്ടുള്ള ബോളിങ്ങിൽ ഹർഷിത്ത് തിളങ്ങട്ടെ, എന്നിട്ട് ബാറ്റിങ്ങിന്റെ കാര്യം നോക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പാകിസ്ഥാൻ ഏഷ്യ കപ്പിലൊക്കെ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ സെയിം അയ്യൂബ് ബാറ്ററായിട്ട് ഓപ്പണറായിട്ട് വലിയ വീരവാദമൊക്കെ മുഴക്കിയിട്ട് വരുന്ന സമയത്ത് ബാറ്റിങ്ങിൽ തിളങ്ങുന്നില്ല, തുടർച്ചയായ ഡക്കുകൾ ബോൾ ചെയ്തിട്ട് പുള്ളി തിളങ്ങുന്നില്ല. അപ്പോൾ വക്കാർ പറയുന്നത് ആദ്യം കുറച്ച് റൺ എടുക്കുന്നുള്ള അതേപോലത്തെ ഒരു ഇത് തന്നെയാണ്. ഹർഷിത്ത് ആദ്യം നന്നായി പന്തെറിയട്ടെ, എന്നിട്ട് വേണം എന്നുള്ളതാണ്. അപ്പം ബുംറ മാത്രം ഒരു പേസർ, നല്ല പേസറായിട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഓവറായിട്ട് സ്പിന്നർമാരെ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അത്ര ഒരു നല്ല നീക്കമായിട്ട് തോന്നുന്നില്ല. അപ്പൊ അടുത്ത മത്സരത്തിലെങ്കിലും എനിക്ക് തോന്നുന്നത് ഹർഷ്ദീപിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. ഹർഷിത്തിനെ ടീമിൽ നിലനിർത്തുന്ന സാഹചര്യം ആണെങ്കിൽ പോലും എനിക്ക് അടുത്ത മത്സരം നടക്കുന്ന 3ാമത്തെ മത്സരം നടക്കുന്ന ഹൊബാർട്ടിൽ സ്പിന്നിന് അങ്ങനെ ഒരുപാട് ഇത് കിട്ടുന്ന ഒരു നല്ല ടേൺ കിട്ടുന്ന ഒരു മൈതാനമൊന്നല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 3 സ്പിന്നർമാരെ വെച്ച് കളിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഒരുപക്ഷെ കുൽദീപിനെ മാറ്റിയിട്ട് വരുണിനെയും അതുപോലെ തന്നെ അക്സറിനെയും കളിപ്പിച്ച് ഹർഷ്ദീപിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഹർഷിത്ത് സ്വാഭാവികമായിട്ടും ബാറ്റിങ്ങിൽ കുറച്ച് സംഭാവന നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ബോളിങ്ങിലും അദ്ദേഹം മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പേസ് ബോളർമാരുടെയും നമ്മൾ തുടക്കത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിറാജ് ഇപ്പൊ നല്ല രീതിയിൽ പന്തെറിയുന്ന ഒരു താരമാണ്. പക്ഷെ കരിയറിന്റെ തുടക്കത്തിൽ സിറാജ് നന്നായി റണ്ണ് വഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് മെച്ചപ്പെട്ട് വരുന്നു. പക്ഷെ ഹർഷിത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്, റണ്ണ് വഴങ്ങുന്നതിൽ ഒരു പിശുക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ബോളർമാർക്ക് നമ്മൾ ബോളർമാരെ പറയുമ്പോൾ ബോളർമാർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റണ്ണ് വേണം അവിടെ. ഇപ്പൊ 125 റണ്ണ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെ, അതും ട്രാവിസ് ഹെഡും നല്ല ഫോമിലുള്ള മിച്ചൽ മാർഷൊക്കെ ഉള്ള ഒരു ടീമിനെതിരെ, അല്ലെ ഓസ്ട്രേലിയൻ ടീമിനെതിരെ ടിം ഡേവിഡൊക്കെ കിടക്കുകയാണ് ബാറ്റ് ചെയ്യാൻ. അപ്പൊ ഇത്രയും ബാറ്റർമാരുള്ള ഒരു കരുത്തുറ്റൊരു ടീമിനെതിരെ 125 റണ്ണ് ഡിഫെൻഡ് ചെയ്യാന്ന് പറയുന്നത് ബോളർമാർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. മൂന്നാം 2020 ഇന്ത്യ നിലവിലെ ലൈനപ്പിൽ ബാറ്റിംഗ് ഓർഡറിൽ കാര്യമായി മാറ്റം പറ്റുന്ന സാധ്യത കുറവാണ്. പക്ഷെ ബോളർമാരുടെ കാര്യത്തിൽ സാധ്യതകളുണ്ട്. അതെ തീർച്ചയായിട്ടും. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഒരു പേസിൽ ഇപ്പം ബുംറ സ്വാഭാവികമായിട്ടും കളിക്കും. സ്പിന്നിൽ ഇപ്പോൾ സേഫ് പറഞ്ഞ പോലെ തന്നെ കുൽദീപിന്റെ സ്ഥാനം കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷർ പട്ടേലിനും കാര്യമായിട്ടൊരു പ്രകടനം ഓസ്ട്രേലിയയിൽ ഇതുവരെ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ പ്രതീക്ഷയുള്ളതെന്ന് പറയുന്നത് ഒരു റാണയുടെ കാര്യത്തിലുള്ളൊരു ചേഞ്ചാണ് എത്രത്തോളം ഉണ്ടാവും, അത് എത്രത്തോളം സാധ്യത ഉണ്ടാവും.
അല്ല, ഞാൻ അക്സർ പട്ടേലിനെ എന്തായാലും ഇന്ത്യ ഒഴിവാക്കാനുള്ള സാധ്യത ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സർ പട്ടേൽ എനിക്ക് വളരെ ഇതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് രവീന്ദ്ര ജഡേജനെ പോലുള്ള ഒരു താരം ഉണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജ ബോളിങ്ങിലും ബാറ്റിങ്ങിലും നമുക്ക് ഇത് തരുന്നൊരു താരം ഉണ്ടായിരുന്നു. ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു റോളിലേക്ക് ഇനി അടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വരാൻ പോകുന്നത് അക്സർ പട്ടേൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഹർഷിത് റാണ ഒരു ഓസ്ട്രേലിയയിൽ നമ്മൾ മത്സരം നടക്കുമ്പോൾ ചിലപ്പോൾ 3 പേസർമാരായിട്ട് കളിക്കേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് ഹർഷിത് റാണനെ കളിപ്പിക്കേണ്ടി വരും. ഹർഷിത് റാണ ബാറ്റിങ്ങിൽ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അർഷ്ദീപിനെ കൊണ്ടുവരണം എന്നാണ് ഞാൻ കരുതുന്നത്. അർഷ്ദീപിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കുൽദീപിനെ, അതായത് ഒരു സ്പിന്നറെ കുറച്ച് കളിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പിന്നെ ബാറ്റിംഗ് പൊസിഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ മാറ്റം വരില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ ശിവന്തുബ 8ാമത്തെ പൊസിഷനിലാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. 7ാമത്തെ പൊസിഷനിൽ ഹർഷിത്തിനെ പ്രൊമോഷൻ കൊടുത്തിട്ട് വിടുന്നുണ്ട്. പക്ഷെ ആ നീക്കം വിജയിച്ചു, ശരിയാണ്. ഇപ്പൊ 33 പന്തിൽ 35 റൺ എടുത്തിട്ട് ഹർഷിത്ത് ഒരു 56 റണ്ണിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അഭിഷേകിനായിട്ട്. പക്ഷെ ആ നീക്കം എത്രത്തോളം അടുത്ത മത്സരത്തിൽ സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. പ്രത്യേകിച്ച് അടുത്ത ഹൊബാട്ടിലെ ഈ മൈതാനത്ത് നിഞ്ച സ്റ്റേഡിയം എന്നും കൂടി പേരുണ്ട് ഈ ഗ്രൗണ്ടിന്. അപ്പൊ അവിടെ ആകെ കളിച്ച 5 T20 മത്സരങ്ങളിൽ 5ഉം ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അവിടെ ഇതുവരെ മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. പിച്ചിന്റെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ പോലും ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ഹെയ്സൽവുഡ് ഇല്ല എന്നുള്ളത് ഇന്ത്യക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഹെയ്സൽവുഡ് സ്വാഭാവികമായിട്ട് ആദ്യ 2 T20 മത്സരത്തിന് ഉണ്ടാവുള്ളൂ. പിന്നെ ആശ്വാസം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ട് ഷെഫീൽഡ് ഷീൽഡ് കളിക്കാൻ പോകുമെന്ന് നേരത്തെ തന്നെ ഇതുള്ളതുകൊണ്ട് നല്ല ഫോമിലുള്ള ഹെയ്സൽവുഡ് ഇല്ല എന്നുള്ളത് ഇന്ത്യക്ക് ഒരു ആശ്വാസം പകരുന്നൊരു കാര്യമാണ്. അത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ നല്ല പേസിന് നല്ല മൂവ്മെന്റ് കിട്ടുന്ന, സ്റ്റാർട്ടിങ്ങിൽ നല്ല മൂവ്മെന്റ് കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ്. പക്ഷെ കളി പുരോഗമിക്കും തോറും ബാറ്റിംഗ് ഒരു പാരഡൈസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് 4-5 തവണ 200-ലധികം റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൽ ഓസ്ട്രേലിയ തന്നെയാണ് 2 തവണ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ബാറ്റർമാർക്ക് നല്ല രീതിയിൽ ഒരു റണ്ണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് സ്കോർ ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. കളി പുരോഗമിക്കും തോറും ബാറ്റിങ്ങിന് അനുകൂലമാകുമെന്ന് നമ്മൾ പറയുന്ന സമയത്ത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ടീമിൽ മാക്സ്വെല്ല് തിരിച്ചെത്തുന്നുണ്ട്. ഈ മൈതാനത്ത് മാക്സ്വെല്ല് എനിക്ക് തോന്നുന്നത് പേസർമാർക്കാണ് കൂടുതലും ഇത് കിട്ടുന്നത്. പക്ഷെ സ്പിന്നിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാക്സ്വെല്ല് ഒരു തവണ ഇംഗ്ലണ്ടിനെതിരെ 10 റൺ വഴങ്ങിയിട്ട് 3 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദം സാംബ 3ാം T20ക്കുള്ള ടീമിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പെറ്റേണിറ്റി ലീവിലാണ് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ മാക്സ്വെല്ലിന് ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിനെതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ആദം സാംബ അതുപോലെ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് തോന്നുന്നത് 3 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പിന്നർമാർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ പേസ് ബോളിങ്ങിനാണ് കൂടുതൽ തുണക്കുന്നത്. പേസ് ബോളർമാരാണ് എനിക്ക് തോന്നുന്നത് ഈ മൈതാനത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് വിൻഡീസിന്റെ ബോളറായിട്ടുള്ള അൽസാരി ജോസഫ് ആണോ എന്ന് സംശയമുണ്ട് T20യിൽ. അങ്ങനെയാണ് കണക്ക്. അതെ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലാണ്, ഗ്രൗണ്ടിലാണ് ഈ മത്സരം നടക്കുന്നതെന്നും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ 3ാം 2020 മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് ജീവൻമരണ പോരാട്ടമാണ്. കാരണം അടുത്ത മത്സരം കൊണ്ട് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് 5 മത്സരങ്ങളുള്ള പരമ്പരയാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യ ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂ. കാരണം വെച്ചാൽ ഒരു സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ പോലും ഇപ്പോൾ വളരെ ചോദ്യങ്ങൾ ഉയരുന്നൊരു ഘട്ടമാണ്. ഇന്ത്യക്ക് വിജയിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. നല്ലൊരു വിജയം സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ലൊരു മത്സരം കാണാനാകട്ടെ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.